കർത്ത ഞങ്ങളുടെ സുഹൃത്ത. എന്താ കർത്ത, നിനക്ക് സുഖമല്ലേ? ആവൂ, നിങ്ങൾ വേഗം എത്തിയല്ലോ. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്. പഴക്കമുള്ള ചെരുപ്പ് കമ്പനിയാണ് ഹവായി. കർത്താവ് വേഗം പറ, നമ്മുടെ ബാൽ ഡോക്ടർ എവിടെ പോയി? ആവൂ, അദ്ദേഹം ബാക്കിയുള്ള രോഗികളെ കാണാൻ വേണ്ടി പോയിരിക്കുകയാണ്. എന്റെ അടുത്ത് മരുന്ന് തന്ന് ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരു മിനിറ്റേ. എന്നാൽ പിന്നെ ഞാൻ പോവുകയാണ്. ഗുളികയുടെ കാര്യം മറക്കരുത്. ആ, എനിക്ക് ഓർമ്മ വന്നു. ഓറഞ്ച് കന്നാസാറിന്റെതാണ്, പച്ച കർത്തയുടേതാണ്. സർട്ടിഫിക്കറ്റുകളിൽ എപ്പോഴും കാണും ഒരു സീൽ. ഗുളിക കഴിച്ചപ്പോൾ എനിക്ക് കിട്ടി ബെറ്റർ ഫീൽ. അടികൈ അടിച്ചു പൊളിച്ചു തിമിർത്തു. ഡോക്ടർ ബാലുവിന്റെ ഗുളിക കഴിച്ചപ്പോഴേക്കും ഖന്ന സാർ ആകെപ്പാടെ അങ്ങ് മാറിപ്പോയല്ലോ. എന്നാലും ഖന്ന സാറേ, സാറ് വീട്ടിൽ പോയിട്ട് നന്നായിട്ടൊന്ന് റെസ്റ്റ് എടുക്കണം കേട്ടോ. സംശയമുണ്ടോ? പോപ്പട്ട് പറഞ്ഞത് ശരിയാണ് കർത്ത. ഞങ്ങൾ ഇറങ്ങുകയാണ്. ഡോക്ടർ ബാലു വന്നാൽ ഞങ്ങൾ താങ്ക്സ് പറഞ്ഞേക്കണം. ആവൂ, പറഞ്ഞേക്കാം. നാളെ കാണുമ്പോ ഉറപ്പായിട്ടും പറഞ്ഞേക്കാം. അയ്യോ, ഇങ്ങനെന്താ ഈ പറ്റിയേ? ഇത്ര നേരം ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. ഇവിടെ വരൂ. ഒരു കാര്യം പറയട്ടെ, ഖന്ന സാർ അബദ്ധത്തിൽ കഴിച്ചത് തെറ്റായ ഗുളികയാണ്. കർത്തയ്ക്ക് ഞാൻ കൊടുത്ത ഗുളിക ഖന്ന സാറിന് കൊടുത്തു. അതുകൊണ്ടാണ് ഖന്ന സാറ് പല പല മൃഗങ്ങളെ പോലെ മാറിക്കൊണ്ടിരിക്കുന്നത്. അത് കൊള്ളാലോ. ഖന്ന സാറിന്റെ ഇപ്പൊ കുരങ്ങനാവാൻ പറ്റുമോ? പിന്നെ വേറെ ഏതൊക്കെ മൃഗങ്ങളാവാൻ പറ്റും? ഏത് മൃഗം വേണമെങ്കിലും ആകാൻ പറ്റും. കരടിയാകാൻ പറ്റും, പാമ്പാകാൻ പറ്റും, പൂച്ചയാകാൻ പറ്റും. മനുഷ്യൻ വിചാരിച്ചു കഴിഞ്ഞാൽ അവന് ഏത് മൃഗമാകാനും പറ്റും. അതിന് അദ്ദേഹത്തെ ഒരു ഫോട്ടോ കാണിച്ചാൽ മാത്രം മതി. അയ്യോ, ഖന്ന സാർ ശരിക്കും കുരങ്ങനെ പോലെ ആയല്ലോ. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും ഡോക്ടർ ബാലു? അതിനിതാ ഈ ഗുളിക കൊടുത്താൽ മതി. ഖന്ന സാറേ, ദേ ഈ ഗുളിക കഴിക്കേ. ഖന്ന സാറേ, മിഠായി വേണോ? മിഠായി. അതെ സാറേ, ക്ഷമിക്കണം. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്റെ കുരങ്ങനെ ഇന്ന് സർക്കസിൽ വരാൻ പറ്റില്ല. കാരണം അവനിപ്പോ അടുത്ത സ്റ്റേഷനിലെ ലോക്കപ്പിലാ. അവൻ ആരുടെയോ മാല മോഷ്ടിച്ചതുകൊണ്ട് അവനെ ഇതുവരെ വിട്ടിട്ടില്ല. എടാ, എന്നാ പിന്നെ നീ വേറെ ഏതെങ്കിലും കുരകരെ കൊണ്ട് വന്നേ. മുതലാളി പറഞ്ഞ ഈ ഐഡിയ എന്റെ ഈ തലയ്ക്കകത്ത് ഉണ്ടായിരുന്നു. പക്ഷെ ഈ സമയത്ത് ഇനി എവിടെ നിന്ന് കിട്ടാനാ വേറൊരു കുരങ്ങനെ? മുതലാളി അങ്ങോട്ട് നോക്ക്, വേറെ കുരങ്ങനെ കിട്ടിപ്പോയി. എന്റെ കൂട്ടുകാരെ, എനിക്ക് തോന്നുന്നത് ഖന്ന സാറിനെ ശരിക്കും കുരങ്ങനാക്കാനാ വേറെ പരിപാടി. നമുക്ക് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്ത് ഖന്ന സാറിനെ രക്ഷിച്ചേ മതിയാകൂ. പക്ഷെ നമ്മളെങ്ങനെ രക്ഷിക്കുക? അയ്യോ, അതോ ഖന്ന സാർ പോയി. അദ്ദേഹം വലിയ അപകടകാരി ആവുന്നതിന് മുമ്പ് അദ്ദേഹത്തെ നമുക്ക് പിടികൂടണം. എന്നിട്ട് ഗുളിക കഴിപ്പിക്കണം.
പോയില്ലായിരുന്നല്ലോ. അയ്യോ, ഈ കന്നാസാർ എന്തെങ്കിലും വൈബ്രേറ്റ് ചെയ്യുന്നത്? എടാ അദ്ദേഹം വൈബ്രേറ്റ് ചെയ്യുന്നതല്ല, സോർദാറിനെ പോലെ ഒരു ഡോഗിയായി മാറിയിരിക്കുക. സംശയമുണ്ടോ? എടാ അദ്ദേഹം നമ്മളെ കടിക്കുന്നതിന് മുമ്പ് ഡോക്ടർ ബാലു തന്ന ഗുളിയ അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും കൊടുക്കാം. യാ, യാ. ഈഷ്, കന്നാസാർ, അവനെ വിട്ടേക്ക്. എനിക്ക് ഇവനെ അകത്താക്കണം. ഈ കള്ളനെ പിടിക്കാൻ സഹായിച്ചതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മാനമുണ്ടാകും. എടാ സോർദാറെ, ഇദ്ദേഹം വേറൊരു മൃഗമാവുന്നതിന് മുമ്പ് ആ ഗുളിക വേഗം കഴിപ്പിക്കേ. എന്നോട് ക്ഷമിക്കൂ. എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് എനിക്കെന്നെ അറിയില്ല. എന്നോട് ക്ഷമിക്കൂ. എന്റെ അടുത്തുള്ളതല്ല ഞാൻ നിങ്ങൾക്ക് തന്നേക്കാം. എന്റെ എന്റെ കട്ടോരി, എന്റെ കൊട, മെഴുകുതിരി വിളക്ക് കുറച്ച് വെയിറ്റ് ഉള്ളതാ. എന്നാലും നിങ്ങളതാ പിടിച്ചോ. ആ പിന്നെ എന്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാം തന്നെ ഞാൻ പുറത്തെടുത്തു. ഇനിയെങ്കിലും ഒന്ന് വെറുതെ വിട്ടൂടെ? പൊക്കോ, ഞാൻ നിന്നെ വെറുതെ വിട്ടിരിക്കുന്നു. സത്യമായിട്ടും താങ്ക് യു. ഐ ആം ജോക്കിംഗ്. ഇന്ന് നീ എന്റെ കൊമ്പ് ആവശ്യമില്ലാതെ ദുരുപയോഗം ചെയ്തു. നിന്റെ കരിക്കിൽ ദ്വാരമില്ലാതിരുന്നത് കൊണ്ട് അത് നീ എന്റെ കൊമ്പിൽ കൊണ്ട് കുത്തി ദ്വാരമുണ്ടാക്കിയില്ലേ? മാത്രമല്ല എന്റെ കയ്യിൽ നീ തന്ന നിന്റെ ഫോട്ടോയുമുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഫോട്ടോ തന്നോ? ഇത് കളവാണ്. എനിക്ക് ആരെ അടിക്കുന്നത് ഇഷ്ടമല്ല. ഞാൻ ഇന്നലെ വണ്ടി ഓടിക്കുമ്പോ എന്റെ മുന്നിൽ കറുത്ത വന്നായിരുന്നു. അപ്പോൾ ഞാൻ ബ്രേക്ക് പോലും പിടിച്ചില്ല. അവൻ തന്നെ ഒഴിഞ്ഞു മാറുകയായിരുന്നു. നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് കറുത്തയോട് തന്നെ ചോദിച്ചു നോക്കൂ. നീ പറയുന്നത് സത്യമാണ്. നീ സത്യസന്ധനായ ഒരു ഡോഗിയാണ്. എനിക്ക് നിന്നെ വിശ്വാസമാണ്. സത്യമാണോ? താങ്ക് യു. ഐ ആം ജോക്കിംഗ്. ഇനി നിന്റെ കഴുത്ത് പിടിച്ച് ഞാൻ ഞെക്കുമല്ലോ. എന്റെ കൊമ്പ് കൊണ്ട് നിന്നെ ഞാൻ കിക്കിങ്. പിന്നെ നീ ബൗബു എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് ഓടും. അതിൽ നിന്നും ഞങ്ങളെ ആർക്കും തടയാനാവില്ല. എത്രയും പെട്ടെന്ന് കൂട്ടുകാരന്റെ അടുത്ത് എത്തണം. എന്നിട്ട് എന്നോട് ഒരു സോറി പോലും പറയാതെ പോയി. ഇനി സോർദാർ എല്ലാരടുത്തും മാപ്പ് പറയേണ്ടി വരും. സോർദാറെ, നീ എന്തിനാ ഇങ്ങനെ അണയ്ക്കുന്നേ? പോപ്പട്ടെ, വേഗം പോയി വെള്ളം കൊണ്ടുവാ. ഇനി പറ, സത്യത്തിൽ എന്താ സംഭവിച്ചത്?
ആ റൈനോസിന്റെ പുറകെ തന്നെ ഉണ്ട്. അവർ വിചാരിക്കുന്നത് ഞാൻ അവരെ ശല്യം ചെയ്തു എന്നാണ്. പക്ഷെ ഇതൊക്കെ ഞാൻ എപ്പോ ചെയ്തു എന്ന് എനിക്ക് തന്നെ ഒട്ടും ഓർമ്മ വരുന്നില്ല. സത്യത്തിൽ ഇപ്പൊ റൈനോസ് പുറകെ കൂടിയതാണോ അല്ലെങ്കിൽ നിനക്ക് ഓർമ്മയില്ലാത്തതാണോ? സത്യത്തിൽ എന്താ നിന്റെ പ്രശ്നം? എന്റെ ഹണി, നമ്മുടെ സോർദാറിന് ആരെ അങ്ങനെ ശല്യം ചെയ്യാൻ കഴിയില്ല. അവന്മാരോട് ഇങ്ങ് വരാൻ പറ. അവന്മാരുടെ വീട്ടിലായിരിക്കും അവന്മാർ റൈനോസ്. അവന്മാരുടെ കൊമ്പ് ഞാൻ ഇന്ന് ഒടിച്ചില്ലെങ്കിലേ പിന്നെ എന്റെ പേര് പോപ്പെട്ടെന്നല്ല. സംശയമുണ്ടോ? എടാ പോപ്പട്ടെ, കുറച്ചു മുമ്പ് നീ ഇവരുടെ കൊമ്പല്ലേ ഓടിക്കണമെന്ന് പറഞ്ഞത്? പോപ്പെട്ടോ? ആരാ അത്? എനിക്കറിയില്ലല്ലോ. എന്റെ പേര് സുഭാഷ് എന്നാ. ഞാൻ പല പല ഭാഷകൾ സംസാരിക്കും. എന്താ സംശയമുണ്ടോ? സോർദാർ ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് എന്തോ തെറ്റിദ്ധാരണ സംഭവിച്ചിട്ടുണ്ട്. ദൈവത്തെ ഓർത്ത് നിങ്ങൾ അവന്റെ പുറകെ നടക്കരുത്. എന്നാ ശരി, നിങ്ങൾ പറയുന്നത് പോലെ ഞങ്ങൾ തിരിച്ചു വെക്കോളാം. സത്യമാണോ? താങ്ക് യു. കണ്ടില്ലേ, നല്ല രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവും. ഞാൻ എല്ലാരോടും പറയായിരുന്നു റൈനോസുകൾ അവർക്ക് നല്ല വിവരമുള്ള ആൾക്കാരാണെന്ന്. എന്റെ പേര് ജോർദാർ എന്നാണ്. നിങ്ങൾ ഒരിക്കലും ഇത് മറക്കരുത്. ഒരു പക്ഷെ മറന്നു പോവുകയാണെങ്കിൽ ഇതാ എന്റെ ഫോട്ടോ. ഇത് വെച്ച് എളുപ്പത്തിൽ നിങ്ങൾക്ക് എന്നെ കണ്ടുപിടിക്കാനാകും. ഹലോ, ഇല്ലില്ല, ഇപ്പൊ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ പറ്റില്ല. ഞാൻ പ്രതിമയാവാൻ വേണ്ടി റിഹേഴ്സൽ ചെയ്തോണ്ടിരിക്കുകയാണ്. ഓക്കെ ബൈ. അല്ല, നിങ്ങൾ എന്തിനാ സ്റ്റാച്ചു എന്ന് പറഞ്ഞിട്ട് വെറുതെ അനങ്ങിയത്? കണ്ണു കണ്ടൂടെ, നമ്മുടെ മുമ്പിൽ തന്നെ ആ റൈനോസ് നിൽപ്പുണ്ട്. നമ്മൾ പിടിക്കപ്പെടുന്നേ. എന്റെ ദൈവമേ, എന്നെ അങ്ങ് കൊല്ല്. ഇവനേക്കാളും ബുദ്ധി ശരിക്കുള്ള സ്റ്റാച്യൂലുണ്ടാവും, മണ്ടൻ. അയ്യോ, ഇനി എന്താ നോക്കി നിൽക്കുന്നേ? ഇറങ്ങി ഓടിക്കോ. റണ്ണിംഗ് റേസ് ആണോ? ഇതിന് ഞാൻ തന്നെ ജയിക്കുമല്ലോ. ബാബ ചോദിക്കുക എനിക്കൊരു ഹെൽപ്പ് ചെയ്യാമോന്ന്. ആ, അതിനെന്താ ചെയ്യാലോ. പക്ഷെ ഈ ബാബ ഇപ്പൊ എവിടെയാണ്? എടാ, ഞാൻ തന്നെയാണ് ബാബ. എന്റെ പേര് ഫേമസ് ആക്കാനുള്ള ശ്രമത്തിലാ. ബാബ ചോദിക്കുന്നത് ഈ ഡോഗിനെ എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ? ആ, കണ്ടിട്ടുണ്ടല്ലോ ചേട്ടാ. ഇതെന്റെ കൂട്ടുകാരൻ തന്നെയാ. ചേട്ടനപ്പൊ ഇവൻ അറിയില്ലേ? ഇവൻ ഇപ്പൊ വളരെ ഫേമസ് ആയ ഡോഗിയാണ്. ചോദിക്കണം. ചേട്ടാ, അവൻ എന്ത് ചെയ്തെന്നാ? ബാബ പറയുന്നു, ബാബു പറയുന്നു, ഇവൻ എന്റെയും എന്റെ അനിയന്റെയും തുമ്പിക്കൈ കൂട്ടിക്കെട്ടിട്ടാണ് പോയത്. അപ്പൊ നിങ്ങൾ തുമ്പിക്കൈയിൽ വെള്ളം കുടിക്കുമ്പോ നിങ്ങളുടെ അനിയന്റെ വയറായിരിക്കും അറിയുന്നതല്ലേ? വളരെ ക്യൂട്ട് ആയിരിക്കുന്നല്ലേ കൊച്ചളിയ? എന്നാ പിന്നെ നമുക്ക് നമ്മുടെ തുമ്പിക്കൈ കെട്ടിയിട്ടല്ലോ കൊച്ചളിയ? വേണ്ട, ചെയ്തോ ചെയ്തോ. ഏതാണ് ആദ്യം വിട്, ആദ്യം ചെയ്യ. നാളെ എന്നെ രക്ഷിക്കാമല്ലോ. അവനെ വെറുതെ വിട്. അവൻ എന്റെ ഇരയാണ്. അവനെ എനിക്ക് വേണം. ഇല്ല ഇല്ല, ഇവനെ അടിക്കുന്നത് ബാബ തന്നെയായിരിക്കും. ശരി, ആയിക്കോട്ടെ. ബാബ വരുന്നത് വരെ ഇവനെ ഞാൻ തന്നെ അടിച്ചോളാം. ഓക്കെ അല്ലേ? എടോ, ഞാൻ തന്നെയാണ് ഈ ബാബ. എന്റെ അമ്മേ, ഈ കോസ്റ്റ്യൂമിനകത്തും AC വെച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഈ കോസ്റ്റ്യൂം ഇട്ടിട്ട് വല്ലാതെ ചൂടെടുക്കുകയാണ്. എനിക്കെല്ലാം മനസ്സിലായി. നമ്മുടെ സോർദാറിന്റെ അപർണേ ആ സണ്ണി അവന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. നിനക്കിപ്പോഴും ഇതിന്റെ സത്യാവസ്ഥ എന്താന്ന് മനസ്സിലായില്ലടാ. ഇതെല്ലാം ആ സണ്ണി തന്നെയായി ചെയ്തത്. അത് സോർദാറിന്റെ അപർണോ അമേരിക്കയോ ഒന്നും അല്ല. ഇത് സണ്ണിയാ, സണ്ണി. ഇവൻ ഒരുത്തൻ കാരണം ഞാൻ രാവിലെ മുതൽ എന്തുമാത്രം കഷ്ടപ്പെടാണെന്നറിയോ? ഇവനെ വെറുതെ വിടാൻ പാടില്ല. പിടിക്കുവനെ. അയ്യോ, ഞാൻ പെട്ടു. ഓടിക്കടാ, ഓടിക്കോ സണ്ണി, ഓടിക്കോ. പിടിക്കേ. നിൽക്കുന്നു. അയ്യോ, പെട്ടു. ബാബ പറയുന്നു, തുമ്പിക്കൈ കൊണ്ട് ഇവനെ വലിഞ്ഞു മുറുക്കി തേങ്ങ ചവിട്ടി പൊളിച്ചെടുക്കുന്നത് പോലെ വലിച്ചു പൊളിച്ചെടുക്കും. എന്റെ അമ്മോ, എല്ലാരും സോർദാറിന്റെ പുറകിലാണ്. ഇതാണ് പറ്റിയ സമയം. കോസ്റ്റ്യൂം മാറ്റിയിട്ട് പഴയ പോലെ സണ്ണി അയക്കാം.
അടിപൊളി. എന്നെ പോലെ ബുദ്ധിമാൻ ആരും തന്നെ ഇവിടെ ഇല്ല. ഇവന് സോർദാർ അവൻ ഭയങ്കര ഇഷ്ടമല്ലേ മോനെ സണ്ണി. ഇനി നീ കോസ്റ്റ്യൂം അടിച്ച് വീണ്ടും സണ്ണി ആവുന്നത് എനിക്കൊന്ന് കാണണം. ഇവിടെ എന്റെ കൂട്ടുകാരൻ സോർദാറുണ്ട്. ഇവനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഇവനെ വെറുതെ വിടണേ. സിപ്പഴിക്കാൻ പറ്റുന്നില്ല. ഞാൻ പെട്ടു എന്നാണ് തോന്നുന്നത്. അയ്യോ എന്റെ അമ്മച്ചി ഓടിക്കോ. ഞാൻ ഇവനെ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. അഥവാ താൻ ഇവനെ വെറുതെ വിട്ടാലും ഞാൻ ഇവനെ വെറുതെ വിടില്ല. അയ്യോ ആദ്യം ഒരു പച്ച കഴിക്കാം. ബോഡി കളറുമായിട്ട് നല്ല മാച്ചാണ്. ഇനി ഒരു ചുവപ്പ് അതിന്റെ ചുണ്ടുമായിട്ട് മാച്ച് ആവുന്നുണ്ട്. ആഹാ. ഇനി ഓറഞ്ച് കളർ കഴിക്കാം. ഇത് നിന്റെ എന്തായിട്ട് മാച്ച് ആവുന്നേ? അതിന്റെ വയറ്റിൽ ഉറുമ്പ് ഓടുന്നു എന്ന് പറഞ്ഞില്ലേ, ആ ഉറുമ്പ് കെട്ടിയിരിക്കുന്നത് ഓറഞ്ച് വാച്ച. എന്റെ വിശപ്പ് കമ്മി. ആ കുട്ടികളെ ഇപ്പൊ ഓർമ്മ വന്നു. ആ ടേബിൾ വെച്ചിരിക്കുന്ന മിഠായി ഉണ്ടല്ലോ, അത് മിഠായി അല്ല, വിശപ്പ് കൂട്ടാനുള്ള ഗുളികകളാ. ആ അതെ, ഒരു ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മാസത്തെ ഭക്ഷണം ഒന്നിച്ച് കഴിക്കാം. ഇതെന്റെ മരുമോൻ ഡോക്ടർ ബാലു ഇല്ലേ, അവനാണ് എനിക്ക് വേണ്ടി കൊടുത്തയച്ചത്. എന്റെ ഈശ്വരോ, പോപ്പട്ടാണെങ്കിൽ അത് ഒരുപാട് കഴിച്ചു പോയല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? അയ്യോ ഗുളികയുടെ കുപ്പി എടുത്ത് മാറ്റിക്കോ, പോപ്പട്ടിന് കൊടുക്കല്ലേ. നിന്റെ വാച്ചിൽ സമയം എത്രയായി? ഞാൻ ഇപ്പൊ തന്നെ നോക്കിട്ട് പറയാം. 12 മണി കഴിഞ്ഞിട്ട് 5 മിനിറ്റ് ആയി. മണ്ടനാക്കിയല്ലേടാ. ഇനിയിപ്പോ നമ്മൾ ചന്ദ്രനിലേക്ക് ഷിഫ്റ്റ് ആവേണ്ടി വരും. എന്തിനാ? കാരണം ഭൂമിയിലുള്ള ഭക്ഷണം മുഴുവൻ ഇവൻ കഴിക്കുമല്ലോ. അപ്പൊ നമ്മൾ എന്താ കഴിക്കുക? ഈ ഗുളിയുടെ ഫലമാണെങ്കിൽ ഒട്ടും കുറയത്തുമില്ലല്ലോ. യമ്മി, എന്റെ വിശപ്പ് മാറുന്നില്ല മമ്മി. കുട്ടികളെ, നിങ്ങൾ പോപ്പട്ടിനെ തിരിച്ചു കൊണ്ടുപോവാ. ഞാൻ അവന്റെ വിശപ്പ് മാറാനുള്ള കരിമരുന്ന് കൊടുക്കാം. എന്റെ അമ്മാവ, അവന് കരിമരുന്നല്ല കൊടുക്കേണ്ടത്, മാറാനുള്ള മരുന്നാണ്. ഓ സോറി മോനെ, ഞാൻ ആ കാര്യം മറന്നുപോയി. ദീപാവലിയെ കുറിച്ച് ഓർത്തേ, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. ഇതെല്ലാം ഫിനിഷായി. എനിക്കൊരു 200 ചപ്പാത്തിയും നല്ല പരിപ്പ് കറിയും വേണം. പിന്നെ അതിന്റെ കൂടെ ഒരു ഗ്ലാസ് ലസ്സിയും കൂടെ എടുത്തോ. ഇതിൽ എന്തായാലും ആശ്വാസമുണ്ടോ? ഒരു ഗ്ലാസ് അല്ലേ ചോദിച്ചോളൂ. ഗ്ലാസ് ചെറുതാക്കണ്ട, ഒരു ഡ്രമ്മിന്റെ അത്ര ആയിക്കോട്ടെ. സാർ, നമ്മുടെ പശുക്കളോട് കുറച്ച് ദയവ് കാണിക്കണം. സാറിന്റെ ലസ്സി കുടിപ്പിച്ച് ഞങ്ങളുടെ പശുക്കളെല്ലാം ശോഷിച്ചു പോയിരിക്കുകയാണ്. നീ എന്താ ഈ ചെയ്യുന്നേ? നിന്റെ വിശപ്പടക്കാൻ വേണ്ടിട്ട് മറ്റുള്ളവരെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കല്ലേ പോപ്പാ. ഐ ആം സോറി. ഇന്ന് ഞാൻ മനസ്സ് പറയുന്നതല്ല, വയറ് പറയുന്നത് മാത്രമേ കേൾക്കൂ. നല്ല വിശപ്പുണ്ട്. എന്താ ഇത്? എന്റെ തലയാകെ വൃത്തികേടാക്കിയല്ലോ. ഭക്ഷണം കഴിക്കുന്നതിന്റെ ഗുണം ചില്ലറയൊന്നുമല്ല. മുഖമാണെങ്കിൽ തത്തയുടെയും ബോഡിയാണെങ്കിൽ ഗൊറില്ലയെ പോലെയും ആകുന്നുണ്ട്. ഇതെന്തായാലും യമ്മി. എന്റെ വയറ് നിറയുന്നില്ലല്ലോ മമ്മി.
മക്കളെ നിങ്ങൾ എപ്പോഴാ നല്ല പച്ച മല്ലിയില കൊണ്ടുവരേ? ഞങ്ങള് വലിയലല്ല പച്ച പോപ്പറിനെ അന്വേഷിച്ചിറങ്ങിയതാ. ഓ സോറി മക്കളെ സോറി. അത് പിന്നെ മല്ലിയിലയും പോപ്പട്ടും ഗ്രീൻ അല്ലേ, അതുകൊണ്ട് കൺഫ്യൂഷൻ ആയി പോയതാ. ഞാൻ വിശപ്പ് മാറാനുള്ള മരുന്നുണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതും മറന്ന് ഞാൻ ആ ഗുളിക സ്വയം എടുത്ത് കഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾ പെട്ടെന്ന് വരാതൊക്കെ.